അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തേക്കുന്ന വിഷയം നമ്മൾ 50 വയസ്സ് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് മെനോപോസലായിട്ടുള്ള വുമന് ചെയ്യേണ്ടതായിട്ടുള്ള ചില ബ്ലഡ് വർക്കുകൾ, സ്ക്രീനിങ്, ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതിനെക്കുറിച്ചുള്ളൊരു ടോക്കാണ്. അപ്പം 47-നും 50-നും ഇടയ്ക്കൊക്കെ നാച്ചുറലായിട്ട് മെനോപോസ് ആകുന്ന സ്ത്രീകൾ ചെയ്യേണ്ടത് അത്യാവശ്യം എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ പ്രൈമറി കെയർ ഡോക്ടേഴ്സിനെ പോയി കാണണം. അതായത് അവർ പ്രൈമറി കെയർ, മെഡിക്കൽ കെയർ ചെയ്ത് അതിനുശേഷം ഇൻവെസ്റ്റിഗേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ്, കോളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ഇങ്ങനെയുള്ള സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ക്യാൻസർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മൾ അവരെ റിഫർ ചെയ്യാറുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഓസ്റ്റിയോപൊറോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ബോൺ ഡെൻസിറ്റി സ്കാൻ ചെയ്യണം. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആനുവൽ മാമോഗ്രാം സ്ക്രീനിങ് ചെയ്യണം കേട്ടോ. അതും കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ആനുവലായിട്ട് നമ്മൾ ഗൈനക്കോളജിക്കൽ എക്സാമിന് പോയിട്ട്, എല്ലാ വർഷവും പാപ്പ് ആൻഡ് പെൽവിക് എക്സാം ചെയ്യത്തില്ല. കാരണം 3 പ്രാവശ്യം പാപ്സ്മിയർ നോർമൽ ആണെന്നുണ്ടെങ്കിൽ 4ാമത്തെ പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്രൈൻ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ ഒക്കെ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണത്. അതുകൂടാതെ നമ്മൾ നാച്ചുറലായിട്ട് ഇയർലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ അനീമിയ പാനൽ, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യുമ്പം നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടോ, B12 ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോ, പിന്നെ മറ്റ് പല ബ്ലഡ് ഡിസോർഡേഴ്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെസ്റ്റാണ് CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് CMP, കംപ്ലീറ്റ് മെറ്റബോളിക് പാനൽ, അത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനെയും ലിവർ ഫംഗ്ഷനെയും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്, ബ്ലഡ് ടെസ്റ്റാണ് ഇതും. പിന്നെ വൈറ്റമിൻ D ഡെഫിഷ്യൻസിക്ക് വേണ്ടി വൈറ്റമിൻ D ലെവൽ നോക്കണം. ബിക്കോസ് വൈറ്റമിൻ D ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കാൽസ്യം അബ്സോർപ്ഷൻ. നമ്മുടെ ഇസ്ട്രജന്റെ കുറവ് കാരണം മെനോപോസൽ വുമന് കാൽസ്യം അബ്സോർപ്ഷൻ കുറവാണ്. അപ്പം വൈറ്റമിൻ D നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ലിപ്പിഡ് പാനൽ, അതിനകത്ത് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ട്, നമ്മുടെ HDL ഉണ്ട്, LDL ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് ഉണ്ട്. ഈ 4 കമ്പോണൻസിനെ കുറിച്ച് ഞാൻ ഇനിയൊരു ദിവസം വീഡിയോ ഇട്ട് തരാം. അപ്പോൾ അത് നമ്മൾ വർഷത്തിലൊരിക്കൽ ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഡയബറ്റീസ് ഉള്ള ഫാമിലിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ A1C എന്ന് പറയുന്ന ഒരു മാർക്കറുണ്ട്. അത് നമ്മുടെ CMPയിൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മുടെ ബോൺ BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം അതിനെ ഒബീസിറ്റി കാറ്റഗറി 1, 2, 3 ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാറുണ്ട് മെഡിക്കലി. അപ്പം ആ കാറ്റഗറിയിൽ നമ്മൾ ഒബീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഹീമോഗ്ലോബിൻ A1Cയും കൂടെ പോസ്റ്റ് മെനോപോസൽ ടൈമിൽ ചെക്ക് ചെയ്യണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തൈറോയിഡ്. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഈ നെക്കിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അത് എൻലാർജ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇയർലി തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. TSH, T3, T4 ഈ 3 കമ്പോണന്റും ടെസ്റ്റ് ചെയ്ത് നോർമൽ ആണെങ്കിൽ നമുക്ക് പിന്നെ ഇയർലി ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇതിലെ TSH കൂടുതൽ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗോയിറ്റർ ഉണ്ടോ അതോ നമുക്ക് അണ്ടർ തൈറോയിഡ് ആണോ ഹൈപ്പർ തൈറോയിഡ് ആണോ എന്നറിയാൻ TPO എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലായിട്ട് ആഡ് ചെയ്യാറുണ്ട്. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് CBC, CMP, ലിപ്പിഡ് പാനൽ, തൈറോയിഡ് പാനൽ, വൈറ്റമിൻ D, ഈ 5 ടെസ്റ്റുകൾ നമ്മൾ വർഷത്തിലൊരിക്കൽ ചെയ്യണം കേട്ടോ. പോസ്റ്റ് മെനോപോസൽ വുമന് വേണ്ടിയുള്ള ഒരു അഡ്വൈസ് ആണ്. എല്ലാവരും അപ്പോൾ ഒരു പ്രൈമറി കെയർ ഡോക്ടറിനെ കണ്ട് ഇത്രയും ലാബ് വർക്ക് ഉപയോഗിക്കണം. പിന്നെ അതനുസരിച്ച് നമുക്ക് ബോഡിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ക്രോണിക് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്